ജാസ്മിൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞങ്ങൾക്കറിയാം ഒന്നിക്കാൻ പറ്റില്ല, വീട്ടുകാർ എതിർക്കും, അതുകൊണ്ട് പ്രേമത്തിലോട്ട് എത്തിക്കാൻ താല്പര്യമില്ല എന്നാണ്. എന്ത് ലോജിക്കാണ് ഈ ഡയലോഗിൽ ഉള്ളത്? ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ തന്നെ വേറെ ഒരാളോട് ഇങ്ങനെയൊക്കെ പറയുന്നതും ചെയ്യുന്നതും സ്വന്തം പാർട്ട്ണറോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. ഗബ്രി ജോസ് ആണ്, ഞാൻ ജാസ്മിൻ ജാഫറാണ്, അതുകൊണ്ട് ഇതൊരിക്കലും നടക്കില്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ഇതൊരിക്കലും നടക്കില്ല എന്ന് അറിയുകയും ജാസ്മിന് വേണ്ടി പുറത്തൊരാൾ കാത്തിരിക്കുന്നുണ്ട് എന്നും ജാസ്മിൻ അറിയാം. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഗെയിം പ്ലാനുമായിട്ട് ബിഗ് ബോസിൽ വന്നത്? എന്തിനാണ് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി നടപ്പിലാക്കിയത്? ഇത് തുടക്കത്തിൽ പ്രേക്ഷകരെ പറ്റിക്കാനായിട്ടുള്ള ഒരു ഗെയിമായിട്ടാണ് ജാസ്മിനും ഗബ്രിയും തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ അവർക്ക് പിരിയാൻ പറ്റാത്ത രീതിയിൽ അവർ അടുത്തിരിക്കുകയാണ്. പുതിയൊരു പ്രൊമോ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ജാസ്മിൻ തകർന്ന് കിടക്കുന്നു, തൊട്ടടുത്ത് ഗബ്രിയുണ്ട്. ഗബ്രിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, പക്ഷേ മൈക്ക് ധരിച്ചിട്ടില്ല. ജിൻഡോ പോയി ഫയർ ചെയ്യുകയാണ്. മൈക്ക് ധരിച്ചുകൊണ്ട് സംസാരിക്കടി എന്നാണ് പുള്ളി പറഞ്ഞത്. താൻ പോടോ, താൻ എന്തോന്ന് വെച്ചാ ചെയ്, പോയി കേസ് കൊടുക്ക് എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ജാസ്മിൻ രണ്ടും കൽപ്പിച്ചാണ്. ഈ ഷോ വിട്ട് പോവേണ്ടി വന്നാൽ പോലും ജാസ്മിൻ അതൊരു വിഷയമല്ല. ഇന്നലത്തെ എപ്പിസോഡോടുകൂടി ജാസ്മിന്റെ കയ്യിൽ നിന്നും അവസാനത്തെ പിടിവള്ളിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ജാസ്മിൻ സമ്പൂർണമായും തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ബിഗ് ബോസ് വീട്ടിൽ സർവൈവ് ചെയ്യുക എന്നുള്ളത് ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഗെയിമിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് അതീവ ദുഷ്കരമായ കാര്യമാണ്. ലോകത്തിന്റെ മുൻപിൽ ജാസ്മിൻ അത്രമാത്രം വലിച്ചു കീറപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ലവ് ട്രാക്ക് കൊണ്ടുപോകുമ്പോൾ ജാസ്മിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ജാസ്മിന് വേണ്ടി പുറത്തൊരാൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇവിടെ ഏറ്റവും വലിയ വിഷയമായിട്ട് മാറിയത്.